ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പകൽക്കാല ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല ദൈവം നമുക്ക് ഇപ്രകാരം ഒരു കൂട്ടായ്മ നൽകിയിരിക്കാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. പാടുവാനും പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഈ കൂട്ടായ്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇന്ന് കാലം കൂടുതലുള്ള സമയം നമുക്ക് കർത്താവിന്റെ വചനം ചിന്തിപ്പാനും ധ്യാനിപ്പാനുള്ള സമയമാണല്ലോ. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ കർത്താവിന്റെ ദാസൻ നമ്മുടെ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെ നമ്മളായിരിക്കുന്നു. സ്ലിജൻ താവു എന്ന പ്രിയപ്പെട്ട ദാസൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുന്നംകുളം എന്ന സ്ഥലത്ത് താമസിച്ച് ചെറിയൊരു ബിസിനസ്സും അതോടൊപ്പം തന്നെ കർത്താവിന്റെ വേലിലുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. ഇമ്മാനുവേൽ ഹൗസ് ചർച്ച് എന്ന കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഒരു ELTC ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റിയുടെ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന് ആ ഓൺലൈൻ പ്രോഗ്രാമിലൂടെയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ കർത്താവ് സഹായിച്ചത്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള 7 മണിയുള്ള സമയത്ത് അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. സാക്ഷ്യമായിട്ടും കർത്താവ് നൽകിയിരിക്കുന്ന ആലോചനയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യാനുള്ള സമയമുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ഹലോ, പ്രൈസ് ലോർഡ്. കേൾക്കാമോ? ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു പകൽക്കാലം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നു. ദൈവത്തിന് സകല മഹത്വം ഏൽപ്പിക്കുന്നു. നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ELTCയുടെ ഒരു പ്രോഗ്രാമായാണ് ഞങ്ങൾ പരിചയപ്പെടാൻ ഇടയായി തീർന്നത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്ന് അനേക ദൈവമക്കളോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്യം, സങ്കീർത്തനം 5:3 വാക്യം. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ആമേൻ. രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ് ഒരു ഒരുക്കം. നമ്മൾ പുറമെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വളരെ ഒരുക്കത്തോടെ, വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ വളരെ കരുതലോടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു ഒരുക്കത്തിന് ഒരു കുറവുണ്ടാവും. എന്നാൽ ദൈവം പറയുന്നു, ദാവീദ് പറയുന്നു, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു ഒരുക്കത്തിന്റെ ആവശ്യം അല്ലെ? വചനം പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അപ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറണമെങ്കിൽ നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. കാത്തിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു ശക്തി ലഭിക്കുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നവരാ, അല്ലെങ്കിൽ നിരാശപ്പെടുന്നവരാ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉത്തരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവരാ. എന്നാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് ഉത്തരം ലഭിക്കാത്തതുകൊണ്ട്, നമുക്കറിയാം, നമ്മളൊരു വിവാഹത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിക്കും, കർത്താവെ, അത് ദൈവഹിതമാണോ എന്ന് ചിന്തിക്കും. എന്നാൽ നമുക്ക് ഒരു അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ ഒരു വിസ ലഭിക്കുമ്പോൾ നമ്മളാരും കർത്താവിനോട് ചോദിക്കില്ല, കർത്താവ് ഇത് ദൈവഹിതമാണോ എന്ന് നമ്മൾ ചോദിക്കില്ല. പലപ്പോഴും നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത്, കർത്താവെ, നീ എനിക്ക് ഈ തന്ന നന്മയ്ക്കായി സ്തോത്രം പറയും. എന്നാൽ അത് ദൈവഹിതമാണോ ദൈവഹിതമല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല. നല്ലൊരു വിവാഹകാര്യം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കർത്താവ് ദൈവഹിതമാണോ എന്ന് ചിന്തിക്കും. അപ്പോൾ നമുക്ക് ലോകപരമായ ഒരു നന്മ ലഭിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കാൻ തയ്യാറാവില്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ 2 പ്രാവശ്യം ഒന്ന് ചിന്തിക്കും, കർത്താവെ, ഞാനത് ചെയ്യണമോ? പ്രാർത്ഥന ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളത് ചെയ്യണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനിടയെത്തിയിരുന്നു. എന്നാൽ എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല.
നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു വർധനവ് ഈ നാടുകളിൽ വേണ്ടത്. നമുക്കറിയാം, അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുന്നത് പറഞ്ഞ പോലെ ഇന്നത്തിപ്പോ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നത്. ദൈവത്തെ പ്രസാദിക്കണമെങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വളരണം. കർത്താവിന്റെ ദാസൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, നമുക്ക് പലപ്പോഴും വിശ്വാസത്തിന്റെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ കുറവാണ്. പല കാര്യങ്ങൾ നമ്മൾ ലഭിക്കുമ്പോൾ, കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാതെ, നമുക്കറിയാം പൗലോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് നിശ്ചയം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് നിശ്ചയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുങ്ങി കാത്തിരിക്കാൻ പറയുന്ന ഒരു ഭാഗം വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചു എന്നൊരു വിശ്വാസത്തിന് ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും നമുക്കില്ലാത്ത ഒരു ഒരുക്കമാണ്. അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, അവനൊന്നും സംശയിക്കാതെ ദൈവത്തിൽ നിന്ന്, ഒരു സെക്കൻഡ്, യാക്കോബിന്റെ ലേഖനം 1:6-8 എഴുതിയിരിക്കുന്നു, അവൻ ഒന്നും സംശയിക്കാതെ, അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണമെന്നും സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവിന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ലഭിച്ചു എന്നൊരു വിശ്വാസം വേണം. നമ്മൾ ലഭിച്ചു എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിൽ പ്രാപിക്കാൻ ഇടയായിത്തീരുന്നുള്ളൂ. ഈ കാത്തിരിപ്പിനൊരു ഒരു ക്ഷമയുടെ ആവശ്യമുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പലപ്പോഴും ക്ഷമയില്ലാത്തവരാ. ലഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ച ഉടൻ തന്നെ നമുക്കത് ലഭിക്കണം എന്ന് ഉള്ളൊരു വിശ്വാസത്തിൽ നമ്മളൊക്കെ ഇരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ കാര്യം ലഭിക്കണം എന്നുള്ളൊരു താല്പര്യത്തില്ല നമ്മളായിരിക്കുന്നത്. എന്നാൽ കാത്തിരിപ്പിനൊരു ക്ഷമയുടെ ആവശ്യമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പല ദൈവഭക്തന്മാരും പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കുന്നത് വരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ഇൻസ്റ്റന്റാ, എല്ലാം പെട്ടെന്ന് ലഭിക്കണം. ഒന്നിനും സമയമില്ല, നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം പെട്ടെന്ന് ലഭിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാത്തിരിപ്പിന് എന്തുണ്ട്, ഒരു ക്ഷമയുടെ ആവശ്യമുണ്ട്. നമുക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ക്ഷമ. പലപ്പോഴും പല കാര്യങ്ങൾക്കും നമുക്ക് ക്ഷമയില്ലാത്ത ഒരു വ്യക്തികളാണ്. എന്നാൽ ആത്മാവിന്റെ ഫലത്തിൽ പറയുന്നു, ക്ഷമയെ കുറിച്ചിട്ട് ആത്മാവിന്റെ ഫലത്തിൽ പറയുന്നു. ആത്മാവിന്റെ ഫലമോ എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആത്മാവിന്റെ ഫലത്തിൽ പറയുന്ന ക്ഷമയെ കുറിച്ച് പറയുന്നു. പലപ്പോഴും നമുക്ക് ലഭിക്കാത്തത് ക്ഷമയെ കുറിച്ചാണ്, ക്ഷമയില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും. എന്നാൽ ഇവിടെ പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ ചിറകടിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ആമേൻ. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അല്ലെ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അതിന് മുന്നത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ അറിയുന്നു, നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന്. യഹോവേ, എന്റെ വാക്കുകൾക്ക് ചെവി തരണമേ, എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ, എന്റെ രാജാവ് എന്റെ ദൈവമായുള്ളവേ, എന്റെ സങ്കടയാചന കേൾക്കണമേ. നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് നമുക്ക് ലഭിച്ചു എന്നൊരു ഉറപ്പ് നമുക്ക് ലഭിക്കണം. പലപ്പോഴും നമുക്ക് ലഭിച്ചു എന്നുള്ളൊരു ഉറപ്പ് ലഭിക്കുന്നില്ല. നമുക്കറിയാം, പത്രോസിന്റെ വായിക്കുമ്പോൾ നമുക്കറിയാം, പത്രോസ് തടവിലായിരിക്കുമ്പോൾ സഭ ഒന്നടങ്കം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. രോധ എന്ന സ്ത്രീ വന്ന് വാതിൽ തുറന്നപ്പോൾ പത്രോസിന്റെ ശബ്ദം കേട്ടു എന്നും പറഞ്ഞ് ഓടിപ്പോയപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പോലും പലപ്പോഴും വിശ്വാസക്കുറവുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയാനിടയത്തു. എന്നാൽ പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ആ വിശ്വാസമില്ലാത്ത സമയത്ത് ദൈവം അവിടെ വിടുവിക്കുന്നു. ഇന്ന് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ലഭിക്കില്ലേ എന്നുള്ള പലപ്പോഴും ഒരു വിശ്വാസക്കുറവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു.
എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന്. മർക്കോസിന്റെ സുവിശേഷം 1:24 എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പാൻ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വരണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നും നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്നും നമുക്കൊരു വിശ്വാസം ഈ നാളുകളിൽ കടന്നു വരണം. നമുക്കറിയാം, അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുക. നേരത്തെ കർത്തദാസൻ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും സുവിശേഷ വിരോധികൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതൊക്കെ ദൈവപ്രവൃത്തികളാണ്. നമ്മൾ അത് കണ്ട് നമ്മൾ ഭയപ്പെടാതെ നമ്മൾക്ക് തന്ന വേല, നമുക്ക് തന്ന ജീവിതം നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യാനിടയിൽ തരും. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്കൊരു കാത്തിരിപ്പ് അത്യാവശ്യം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട വൻ കാര്യങ്ങൾക്കായി നമുക്കൊരു കാത്തിരിപ്പ് അത്യാവശ്യം. ഫിലിപ്പിയ ലേഖനത്തിന്റെ 1:22 പറയുന്നത് പോലെ എനിക്ക് ഫിലിപ്പിയ 1:21 പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ വിതയ്ക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് എണ്ണുവാൻ തക്കവണ്ണം നമുക്കിടെ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വേദനകൾ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ വേദനകൾ വരുന്നു, എന്തുകൊണ്ട് ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും കർത്താവിനോട് പിറുപിറുക്കുന്നവരാ. എന്നാൽ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളർന്നു വരണം. കാരണം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല എന്ന് വചനം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തിന്റെ ഒരു വ്യാപ്തി, വിശ്വാസത്തിന്റെ ഒരു വളർച്ച ഈ നാളുകളിൽ ആവശ്യം അല്ലെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു, ഞാൻ മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവുമാകുന്നു. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരണം. നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി ശോഭിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരിയായിരിക്കും എന്ന് പറയാൻ തീർന്നു. ഇതുപോലെ നമുക്കും പറയാൻ പറ്റണം. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങളെ നോക്കേണ്ട കൂടെ നോക്കിയാൽ മതി. പക്ഷെ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരിയായിരിക്കും. പൗലോസിന് പറയാനൊരു പ്രാഗൽഭ്യം ഉണ്ടായി. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു എന്ന് പറയാനൊരു പ്രാഗൽഭ്യം ഉണ്ടായി. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഒരു പ്രാഗൽഭ്യത്തിന് ആവശ്യമാണ്. കാരണം നമ്മളെ കാണുന്നവർ ആരെ കാണണം? ക്രിസ്തുവിനെ കാണണം. ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളോട് നിന്ന് വെളിപ്പെട്ട് വരണം. അവർ ക്രിസ്തുവിന്റെ മക്കളാണ്. അന്ത്യക്കയിൽ വെച്ചിട്ട് അവർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് വരുവാൻ കാരണം അവർ ക്രിസ്തുവിന്റെ അനുയായികളായി തീർന്നുകൊണ്ടാണ്. ഇത് നമുക്ക് പലപ്പോഴും ക്രിസ്ത്യാനി എന്ന പേരുണ്ടെങ്കിലും കൂടി പലപ്പോഴും ക്രിസ്തുവിന്റെ അനുയായിയായിട്ടുള്ള ആ സ്വഭാവം നമ്മളിലൂടെ പലരും കാണുവാൻ ഇടയായി തീർന്നില്ല. പല കേസുകളിലും നമ്മുടെ ജീവിതത്തിൽ അറിയാം, പല കേസുകളിലും നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ നമ്മൾ ഈ നാളുകളിൽ ഒന്ന് സ്വയം പരിശോധന നടത്തേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും, എനിക്കറിയാം, എൻ്റെ ഒരു വേണ്ടപ്പെട്ട വ്യക്തി ക്രിസ്തുവിനെ പലപ്പോഴും സ്വീകരിച്ചിട്ടും പലപ്പോഴും എന്താ പറയുക, പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്മാറിപ്പോവും. വീണ്ടും ഒരു നല്ല കാലങ്ങൾ വരുമ്പോൾ വീണ്ടും ക്രിസ്തുവിലേക്ക് കടന്നു വരും. വീണ്ടും പ്രതികൂലങ്ങൾ വരുമ്പോൾ വീണ്ടും കടന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ്. പലപ്പോഴും അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അത് തിരിച്ചു കേൾക്കാൻ ഇടയാത്തൊരവസ്ഥയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ യോബ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി പിറുപിറുക്കാനോ അല്ലെങ്കിൽ വേദനിക്കാനോ ചെയ്യാതെ ഇതെല്ലാം ദൈവം തന്നു, ദൈവത്തെ നാം മഹത്വപ്പെടട്ടെ എന്ന് പറയാൻ തക്ക ഇടയാക്കി അല്ലെ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഞാൻ എന്ത് അപേക്ഷിച്ചാലും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. 1 യോഹന്നാൻ 1:5-15 പറയുന്നു, നാം എന്ത് അപേക്ഷിച്ചു, നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് പറയുന്നു.
ഇവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനോട് എന്ത് അപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നും ആ അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു എന്നൊരു ഒരു ഉറപ്പ് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അപേക്ഷിച്ച നന്മകളെല്ലാം ദൈവം നമുക്ക് തരുവാൻ തയ്യാറായിട്ടിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറവുകളാണ് പലപ്പോഴും അതിന് തടസ്സമായിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ വിശ്വാസക്കുറവ്, നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ലഭിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ വിടുതൽ ലഭിച്ച വ്യക്തി മുന്നിൽ വന്നിട്ട് പോലും അവർക്ക് പലപ്പോഴും വിശ്വസിക്കാൻ സാധിക്കാത്തതുപോലെ ദൈവം നമുക്ക് വേണ്ടി അയക്കുന്ന വിടുതലുകൾ പലപ്പോഴും നമുക്ക് സ്വീകരിക്കാൻ, നമുക്കത് കാണുവാൻ ഒരു വിശ്വാസക്കുറവുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വളരണം. അത് വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, അല്ലെ? കാത്തിരിപ്പിന് ഒരു ക്ഷമ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയത്തിന് നമുക്ക് ലഭിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. ആ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ കാത്തിരിക്കുമ്പോൾ അതിനൊരു ഒരുക്കം വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയം ലഭിച്ചു എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അത് ലഭിക്കുന്നത് വരെ കാത്തിരിക്കുവാനുള്ള ഒരു ക്ഷമയും ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ അല്ലെങ്കിൽ വിടുതലുകളെ ദൈവം അയച്ചു. നമുക്ക് ദൈവത്തോടുള്ള ഒരു താല്പര്യം, ഒരു സ്നേഹം, ഒരു വിശ്വാസം ഒക്കെ ഒന്ന് കൂടി വരും. നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ വിശ്വാസം കുറവല്ല വരേണ്ടത്, വിശ്വാസം കൂടുക വേണ്ടത്. കാരണം നമുക്ക് തക്ക സമയത്ത് നമുക്ക് ഒരുക്കി തരുന്ന ദൈവം, തക്ക സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ദൈവം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾ കടന്നു വന്നപ്പോഴെല്ലാം ഞങ്ങൾ പലപ്പോഴും പ്രയാസപ്പെട്ട സമയത്തെല്ലാം തക്ക സമയമാകുമ്പോൾ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്ന പല കാര്യങ്ങളുമുണ്ട്. ഞാൻ കുന്നംകുളത്ത് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഒരു ബിസിനസ് നടത്തി വരുന്ന ഒരാളായിരുന്നു. ഒരു കാലത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിലേക്ക് അടുത്തു വന്നപ്പോൾ ബിസിനസ് എല്ലാം പൊളിഞ്ഞ്, ബിസിനസ്സൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് ആകെ കടത്തിലെയും മറ്റു പ്രയാസങ്ങളിലും ഒക്കെ ആയിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കാൻ ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന്. എന്നാൽ എനിക്കതിന് ഒരു ഉത്തരവും മറുപടി അന്ന് ലഭിച്ചില്ല. ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം പൊട്ടി പോകുകയായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നു? പക്ഷെ എനിക്കതൊന്നും മറുപടി കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ എനിക്കതിന് മറുപടി തന്നുകൊണ്ടിരിക്കുക. കാരണം ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് എല്ലാം ഒരുക്കി വെച്ചത് ലഭിപ്പാൻ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ, എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം ദൈവം ഇപ്പോഴെ ഇടയാക്കിക്കൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി. മക്കളില്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇടയിൽ തീർന്നു. അപ്പൊ എന്റെ കുടുംബത്തിൽ എനിക്ക് മാത്രമേ മക്കളില്ലാതിരുന്നുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇടയിൽ തീർന്നു, എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നമെന്ന്. പക്ഷെ തക്ക സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഞങ്ങൾക്ക് മകളെ തന്നു. അതെല്ലാം ദൈവം ഭയങ്കര അത്ഭുതകരമായി, അതിശയകരമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ നമുക്കൊരു കാത്തിരിപ്പ് ആവശ്യം, നമുക്കൊരു ക്ഷമ ആവശ്യം. പലപ്പോഴും നമുക്കില്ലാത്ത ക്ഷമയാണ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. നമ്മൾ ഒരു വൃക്ഷം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫലം ലഭിക്കാൻ നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ നന്മകൾക്കും ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. തക്ക സമയമ്പോൾ അതിന്റെ ഫലം ദൈവം നമുക്ക് തരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി തരും. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന്റെ ഉള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വർദ്ധിച്ചു വളരണം, അല്ലെ? കർത്താവിനുള്ള വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വളരണം. മർക്കോസിനെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ ആവശ്യം. അന്ത്യകാലത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവസാന കാലഘട്ടത്തിൽ. പണ്ടൊക്കെ നമ്മൾ യുദ്ധങ്ങളെ കുറിച്ച് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ അടുത്ത് യുദ്ധം തുടങ്ങിക്കൊണ്ടിരിക്കുക. യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുമെന്ന് പറയുമ്പോൾ ഇന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പല പ്രവൃത്തികളും നമുക്കറിയാം. ലോകത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ആ അരുമനാഥനെ കാണാൻ നമുക്ക് സമയമായി. നമുക്കൊരു പ്രത്യാശയോടെ ആയിരിക്കാം. ഒരു നാൾ കർത്താവ് നമ്മളെ ചേർക്കാൻ നമ്മുടെ കർത്താവ് കടന്നു വരും. ആ കർത്താവിലേക്ക് നമുക്കൊന്ന് കടക്കാം, കർത്താവിനോട് നമുക്കൊന്ന് ചേരാം, ആ മണവാളനെ ഒന്ന് കാണുവാൻ, ആ മണവാളനോടൊപ്പം വസിക്കുവാൻ നമുക്ക് ഇടയായിത്തീരണം. നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ട സകല നന്മകളും ദൈവം ഒരുക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരണം. അതുകൊണ്ട് ദാവീദ് പറയുന്നത് പോലെ രാവിലെ തോറും ഞാൻ
നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മൾ ഈ രാവിലെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ ശക്തി. നമ്മൾ രാവിലെ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഇതിന് പറയാറുണ്ട്, നമ്മൾ പറയാറുണ്ട്, ഒരു പ്രഭാതത്തിൽ എന്താണ് ആദ്യം സംഭവിക്കുന്നത് അതാണ് നമുക്ക് ആ ദിവസം മുഴുവൻ സംഭവിക്കാമെന്ന് നമ്മളിങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലെ പറയാറുണ്ട്. എന്നാൽ കർത്താവിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസം നമ്മൾ പ്രഭാതത്തിൽ കർത്താവിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് ആ ദിവസം മുഴുവൻ നമുക്ക് അനുഗ്രഹമാക്കി തരും. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, കഷ്ടപ്പാടുകൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും അതിലെല്ലാം കർത്താവ് നമ്മളെ ശക്തമായി നിലനിർത്താനിടയിൽ തീരും. പലതും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വന്ന വേദനകൾ അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കാതെ, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ചോദിക്കാതെ, ഞാനൊക്കെ അത് ഒരുപാട് ചോദിച്ച വ്യക്തികളാണ്. എന്നാൽ നമ്മൾ കർത്താവിനോട് ചോദിക്കാതെ, കർത്താവ് നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയാൻ തൊക്കണം. നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ. നമ്മൾ പലപ്പോഴും പാട്ടുകൾ പാടും, എന്റെ ഹിതം എൻ്റെ കർത്താവ്, നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന്. ഞാൻ എൻ്റെ ചർച്ചിൽ ഇടയ്ക്ക് പറയാറുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് പലപ്പോഴും പാട്ട് പാടുമ്പോഴാണ്. പാട്ട് പാടുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിന്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് നമ്മൾ പാട്ട് പാടുമ്പോൾ, എന്നിട്ട് നമ്മുടെ ഹിതമാണ് ആദ്യം നമ്മൾ അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്കൊരു ഒരു ലോകത്തിന്റെ നന്മ വരുമ്പോൾ ഇത് കർത്താവ് ഞാൻ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കില്ല. കർത്താവിന് നീ തന്നതിനായി സ്തോത്രം പറയും. അതിനെ നമ്മൾ ഒരു നീക്കുപോക്കില്ലാതെ നമ്മൾ പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസമേറിയ ഒരു കാര്യം കണ്ടു വരുമ്പോൾ നമ്മൾ ചോദിക്കും, കർത്താവ് ഇത് ഞാൻ ചെയ്യണോ, ഞാൻ വേണോ വേണ്ടേ എന്ന് നമ്മൾ ചോദിക്കാനായിട്ട് തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും, എന്ത് വേദന വന്നാലും, എന്ത് പ്രയാസം വന്നാലും, എന്ത് നന്മ വന്നാലും ഇതെല്ലാം സകലവും കർത്താവിന്റെ നന്മയ്ക്കായി മാറ്റണം. കർത്താവിന്റെ നന്മ, കർത്താവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും അത് നന്മയായി തീരണം, അല്ലെ? അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നു, നാം എന്തപേക്ഷിച്ചാലും നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ, അവിടെ ഇരിക്കുന്ന അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. അപ്പോൾ നമ്മുടെ അപേക്ഷ അവൻ കേൾക്കുന്നു എന്ന് നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ആ കർത്താവ് കേൾക്കുന്നു എന്നൊരു ഉറപ്പുണ്ടായിരിക്കും. കർത്താവ് കേൾക്കുന്നു എന്നൊരു ഉറപ്പുണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വളരണം. വിശ്വാസം ഒന്ന് വർദ്ധിക്കണം. അത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ, അല്ല, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. എബ്രായർക്ക് ലേഖനത്തിൽ ഇതുപോലെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസം ഈ നാളുകളിൽ വർദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കുമെന്ന് പറഞ്ഞ പോലെ കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി നമുക്കൊന്ന് കാത്തിരിക്കാം. കർത്താവിന്റെ ആ വലിയ സാന്നിധ്യം അനുഭവിക്കാൻ തൊക്കണം. കർത്താവിന്റെ ആ വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിനായി, കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് കർത്താവിനോട് ശക്തിയോടെ നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ മുന്നിൽ ശക്തിയോടെ ദൈവത്തെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരു കാത്തിരിപ്പ് ആവശ്യം. കാരണം കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവ് നമ്മൾ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഈ നാളുകളിൽ കർത്താവിന്റെ ആ കാത്തിരിപ്പിന് വേണ്ടി നമുക്ക് ക്ഷമയോടെ കാത്തിരിപ്പാൻ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.